ഇടുക്കിയിൽ പടയപ്പയും പാലക്കാട് നെല്ലിയാമ്പതിയിൽ ചില്ലിക്കൊമ്പനും ജനവാസ മേഖലയിൽ ഭീതി പരത്തി. ഇടുക്കി ദേവികുളം ലോക്ക്ഹാട്ടിലിറങ്ങിയ പടയപ്പ KSRTC ബസ് തടഞ്ഞു. മണിക്കൂറുകളോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതിയിൽ ചില്ലിക്കൊമ്പൻ തുടർച്ചയായി ജനവാസ മേഖലയിൽ എത്തുന്നതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാർ നയമക്കാട് മേഖലയിലായിരുന്ന പടയപ്പ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലോക്ക്ഹാട്ടിന് സമീപം ഇന്ന് പുലർച്ചെയോടെയാണ് നിലയുറപ്പിച്ചത്. ഇതോടുകൂടി മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു. മൂന്നാറിൽ നിന്നും നെടുങ്കണ്ടത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് പടയപ്പ തടഞ്ഞത് യാത്രക്കാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. വിനോദസഞ്ചാരികളുടെ അടക്കം നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിയതോടുകൂടിയാണ് ചിന്നക്കനാലിൽ നിന്നും വനംവകുപ്പിന്റെ RRT സംഘമെത്തി ആനയെ കാട് കയറ്റിയത്. ഇതോടൊപ്പം പാലക്കാട് നെല്ലിയാമ്പതിയിൽ വീണ്ടും ചില്ലിക്കൊമ്പൻ ഇറങ്ങി. തുടർച്ചയായ ദിവസങ്ങളിൽ ആന ജനവാസ മേഖലയിൽ എത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മതപ്പാടിന്റെ ലക്ഷണവും ആനയ്ക്കുണ്ടെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. വനംവകുപ്പ് പലവട്ടം കാട് കയറ്റിയിട്ടും ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തുന്നത് നാട്ടുകാരുടെ വ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, ഇടുക്കി, പാലക്കാട്.